നമസ്കാരം. ലീഡ് ദ റിയൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 2019 പ്രിലിംസ് എക്സാമിന്റെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെ ടഫായി തോന്നിയ ഒരു പരീക്ഷയാണ് 2019 പ്രിലിംസ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. പൊതുവിൽ അങ്ങനെ ആയിരുന്നു ഒരു അഭിപ്രായം. 2019 പ്രിലിംസ് കുറച്ച് ടഫായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഞാൻ കഴിഞ്ഞ 2 വർഷത്തെയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴും കുറച്ചധികം ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി 2019 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. 2019 അതിനു മാത്രം ചോദ്യങ്ങളൊന്നും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നന്നായിട്ട് വേണ്ട ചോദ്യങ്ങളായിരുന്നു ഏറിയ പങ്കും. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. എവിടെ നിന്നൊക്കെയാണ് UPSC ചോദ്യങ്ങൾ എടുത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് പോലും ഒരു പിടുത്തവും കിട്ടാത്തൊരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോ കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യം, ബിൽഡിംഗ് കല്യാണ മണ്ഡപാസ് വാസ് എ നോട്ടബിൾ ഫീച്ചർ ഇൻ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഇൻ ദ കിങ്ഡം ഓഫ് വിജയനഗര. വിജയനഗര ആർക്കിടെക്ചർ അല്ലെങ്കിൽ വിജയനഗര ഹിസ്റ്ററിക്ക് വേണ്ടി NCERT-യില് ക്ലാസ് 7-ലാണെന്ന് തോന്നുന്നു ഒരു എൻറ്റയർ ചാപ്റ്റർ ഡിവോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കിങ്ഡം ആണ് വിജയനഗര. കാക്കടീയ കിങ്ഡം, വിജയനഗര കിങ്ഡം, ഇങ്ങനെ സൗത്ത് ഇന്ത്യയിലുള്ള പല രാജ്യ വംശങ്ങൾ അല്ലെങ്കിൽ കിങ്ഡംസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രിലിംസിൽ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വിജയനഗര ആർക്കിടെക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വിജയനഗര ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഭാഗമാണ് കല്യാണ മണ്ഡപാസ്. ഓക്കെ, ഓപ്ഷൻ ഡി വിജയനഗര. അടുത്ത ചോദ്യം കാണാം. Among the agricultural commodities imported by India, which one of the following accounts for the highest imports in terms of value in the last 5 years എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ ആണ് ഉത്തരം. അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കമ്മോഡിറ്റീസും ആയിക്കോട്ടെ, നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒരു പൊസിഷൻ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ ഏതാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഏതാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് അനാലിസിസ് ആണ്. കണ്ടില്ലേ, ലാസ്റ്റ് 5 ഇയേഴ്സിലാണ് ചോദിച്ചിരിക്കുന്നത്, ഈ വർഷത്തെ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ട്രെൻഡുകൾ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കമ്മോഡിറ്റീസിലാണ് നമുക്ക് ഒരു സ്വയം പര്യാപ്തത കൊണ്ടുവരാൻ കഴിഞ്ഞ് അതിന്റെ ഇമ്പോർട്ട് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഉത്തരം ഡി ആണ്, വെജിറ്റബിൾ ഓയിൽ ആണ്. അടുത്ത ചോദ്യം കാണാം. In the context of wearable technology, which of the following tasks are accomplished by wearable devices? ഇത് നമുക്ക് ഒരു ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 3 സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ലൊക്കേഷൻ ഐഡന്റിഫിക്കേഷൻ, സ്ലീപ്പ് മോണിറ്ററിംഗ്, അസിസ്റ്റിംഗ് ദ ഹിയറിംഗ് ഇംപയർഡ് പേഴ്സൺ. ഇത് 3ഉം വെയറബിൾ ടെക്നോളജി കൊണ്ട് സാധ്യമാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതും ഉപയോഗിക്കുന്നതുമായ കാര്യങ്ങളാണ്. GPS, അതുപോലെ തന്നെ ഈ ഹിയറിംഗ് എയ്ഡ് ഒരു വെയറബിൾ ടെക്നോളജിയാണ്. ഒപ്പം തന്നെ ഈ മിക്കവാറും നമ്മുടെ ഫിറ്റ്ബിറ്റുകളിലും ആപ്പുകളിലും ഒക്കെ ഉണ്ടാവും സ്ലീപ്പ് മോണിറ്ററിങ്ങിന് വേണ്ടിയുള്ള ഒരു ആപ്പ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി കാണുന്നതായതുകൊണ്ട് ഈ ചോദ്യം എളുപ്പത്തിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് പറയാൻ കഴിയും. അപ്പൊ ഇങ്ങനെ 1-2 ചോദ്യങ്ങളെ ഉള്ളൂ ഈ 100 ചോദ്യങ്ങളിൽ ഇങ്ങനെ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്നത്. പിന്നെ എല്ലാം കുറച്ച് ടഫായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In the context of proposals to use hydrogen enriched CNG or HCNG as a fuel for buses in public transport, consider the following statements. CNGക്ക് പകരം ഹൈഡ്രജൻ എൻറിച്ച്ഡ് CNG കൊണ്ടുവന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ക്യാപിറ്റൽ ഏരിയ, നാഷണൽ ക്യാപിറ്റൽ ഏരിയയിൽ ഇങ്ങനെ ഒരു CNGക്ക് പകരം HCNG കൊണ്ടുവന്നാൽ എന്താണെന്നുള്ള ആലോചനയൊക്കെ നടന്ന വർഷമായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിക്കാം. The main advantage of the use of HCNG is the elimination of carbon monoxide emissions. ശരിയാണ്, കാർബൺ മോണോക്സൈഡ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് HCNGക്ക് സാധിക്കും. പക്ഷെ ഇവിടെ റെഡ്യൂസ് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, എലിമിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എലിമിനേഷൻ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്.
എവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഫ്യൂൽ ബേണിംഗ് ഉണ്ടോ അവിടെയെല്ലാം ചെറിയ പെർസെൻറ്റേജിലെങ്കിലും കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് സീറോ ആക്കാനൊന്നും ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എക്കണോമിക്കലായ ടെക്നോളജികൾക്ക് സാധിക്കില്ല. ശരിയല്ലേ? മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ അതൊരു ലാർജ് സ്കെയിലില് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ അത് എക്കണോമിക്കലും കൂടി ആവണം. ഓക്കെ, അപ്പോൾ HCNG എന്ന് പറയുന്നത് പൂർണ്ണമായും കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. HCNG ആസ് എ ഫ്യൂവൽ റെഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോകാർബൺ എമിഷൻസ്. അത് ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രോകാർബൺസ് എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. CNG എന്ന് പറയുന്നതിൽ ആസ് സച്ച് കാർബൺ ഉണ്ട്. അപ്പൊ കാർബൺ ഒരു പോർഷനെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്യാണെന്ന് വെക്കും. നിങ്ങൾ കെമിസ്ട്രി ലെവലിൽ ചിന്തിക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഞാൻ ലോജിക്കലി ആണ് പറയുന്നത്. CNGയിലെ ഒരു പോർഷനെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ടന്റ് കോമ്പൗണ്ടുകളിൽ റിസൾട്ടന്റ് ആയിട്ടുണ്ടാവുന്നത് എന്താണോ അതിൽ കാർബണിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ കാർബൺ മോണോക്സൈഡിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഹൈഡ്രോകാർബണിന്റെയും എമിഷന്റെ ലെവല് റെഡ്യൂസ് ചെയ്യും, സീറോ ആവില്ല ഒരിക്കലും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കാണാം. ഹൈഡ്രജൻ up to 1/5 by volume can be blended with CNG as fuel for buses. ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊരു സംശയം വരും. നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. ഇത് ലോജിക്കലി ആൻസർ ചെയ്തത് എങ്ങനെയെന്നാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ 3യെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ കൂടി പോട്ടെ, കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. HCNG makes the fuel less expensive than CNG. ശരിയാണോ? ഹൈഡ്രജൻ എൻറിച്ച്ഡ് CNG എന്ന് പറയുന്നത് എക്കണോമിക്കലി കുറച്ചും കൂടെ ലെസ് എക്സ്പെൻസീവ് ആണോ? എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ആയിരിക്കോ? ഒരിക്കലും അല്ല. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചു ഭാഗം മാത്രം CNGയുടെ ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഉത്തരം ഓപ്ഷൻ ബി 2 and 3 ഓൺലി ആണ്. ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഓപ്ഷൻ ബി 2 and 3 ഓൺലി. ഇതും ഒരു ലോജിക്കൽ ഓപ്ഷൻ എലിമിനേഷൻ വഴി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതും അങ്ങനെ ഒരു എളുപ്പമുള്ള ചോദ്യം എന്നുള്ള ഗണത്തിൽ നമുക്ക് പെടുത്താം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാട്ടോ. ഇതും ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. Why are dewdrops not formed on a cloudy night? Dewdrops എന്താ? തണുപ്പുള്ള ഒരു പ്രതലത്തില് വാട്ടർ വേപ്പർ ഹിറ്റ് ചെയ്യുമ്പോൾ അത് വെള്ളത്തുള്ളികളായിട്ട് മാറുന്നു. അതാണ് എന്ത്? ഡ്യൂഡ്രോപ്പ്. ക്ലൗഡി നൈറ്റില് അത് ഫോം ചെയ്യുന്നില്ല. അപ്പോ പൊതുവിൽ തണുത്ത അന്തരീക്ഷമുള്ള അല്ലെങ്കിൽ തണുത്ത ഭൂമി, തണുത്ത പ്രതലം ഉണ്ടെങ്കിൽ മാത്രമേ ഡ്യൂഡ്രോപ്സ് ഫോം ചെയ്യുള്ളൂ. ക്ലൗഡി നൈറ്റിൽ അത് ഫോം ചെയ്യില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ക്ലൗഡി നൈറ്റിൽ സാധാരണയിൽ കവിഞ്ഞ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഒരു തണുത്ത അന്തരീക്ഷമായിരിക്കില്ല ക്ലൗഡി നൈറ്റിൽ. ആകെ മേഘങ്ങൾ മൂടിക്കെട്ടിയ രാത്രികൾ പൊതുവെ നമുക്ക് ഉഷ്ണം കൂടുതലുള്ള രാത്രികളായിരിക്കും. അപ്പോൾ അത്തരത്തില് ക്ലൗഡി നൈറ്റ്സ് നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂട്ടാൻ ഏത് തരത്തിലാണ് കാരണമാകുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. ഉത്തരം അതിലുണ്ട്, ഓപ്ഷൻ ബി ആണ്. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ വെറുതെ ഒന്ന് നോക്കാം. ക്ലൗഡ്സ് അബ്സോർബ് ദ റേഡിയേഷൻ റിലീസ്ഡ് ഫ്രം എർത്ത് സർഫസ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന റേഡിയേഷൻ ക്ലൗഡ്സ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭൂമിയുടെ ടെമ്പറേച്ചർ കുറയണ്ടേ? കുറയുന്നില്ലല്ലോ. ഭൂമിയുടെ ടെമ്പറേച്ചർ സാധാരണയിൽ കവിഞ്ഞ് കൂടുതലാവുമ്പോഴാണ് നമുക്ക് ഡ്യൂഡ്രോപ്സ് ഫോം ചെയ്യാതിരിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എ ശരിയാണോ? അല്ല, തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് ബി ആണ് ഉത്തരം. ക്ലൗഡ്സ് റിഫ്ലക്ട് ബാക്ക് എർത്ത്സ് റേഡിയേഷൻ. ക്ലൗഡ്സ് നമ്മുടെ ഭൂമിയിൽ ഹിറ്റ് ചെയ്ത റേഡിയേഷൻ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോയാലാണ് നമുക്ക് ടെമ്പറേച്ചറിൽ ഒരു കുറവ് വരുള്ളൂ. ക്ലൗഡ് കവറിംഗ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് ആ പോയ റേഡിയേഷൻ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബി ആണ് ഉത്തരം. അപ്പൊ നമുക്ക് സിയും ഡിയും കൂടെ ഒന്ന് വെറുതെ നോക്കാം കേട്ടോ. ദ എർത്ത് സർഫസ് വുഡ് ഹാവ് the low temperature on cloudy nights. Low temperature ആണെങ്കിൽ ഉറപ്പായും ഡ്യൂഡ്രോപ്സ് ഫോം ചെയ്യില്ലേ വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്. ഡി, ക്ലൗഡ്സ് ഡിഫ്ലക്ട് ദ ബ്ലോയിങ് വിൻഡ് ടു ഗ്രൗണ്ട് ലെവൽ.
സി ക്ലൗഡ്സ് ഡിഫ്ലക്ട് ദ ബ്ലോയിങ് മീൻ ടു ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് തന്നെ ഒരു അബ്സേർഡ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഉത്തരം ബി ആണ്. നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഈ ചോദ്യം നോക്കൂ കേട്ടോ, നമ്മുടെ രാജ്യത്തെ കോൾ സെക്ടറിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. കോൾ സെക്ടർ വാസ് നാഷണലൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ഇന്ദിരാഗാന്ധി. Coal blocks are now allocated on lottery basis. Till recently, India imported coal to meet the shortages of domestic supply, but now India is self-sufficient in coal production. നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെന്റുകളും നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, കോൾ ബ്ലോക്സ് ആർ അലോക്കേറ്റഡ് ഓൺ ലോട്ടറി ബേസിസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല. റീസെന്റ് ന്യൂസിൽ തലങ്ങും വിലങ്ങും കാണുന്നതാണ്. കോൾ ബ്ലോക്സ് ഓപ്ഷൻ ചെയ്യാണ്, ലോട്ടറി ബേസിസിലല്ല അലോക്കേറ്റ് ചെയ്യുന്നത്, ഓപ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യ ഇമ്പോർട്ടഡ് കോൾ. ശരിയാണ്, ഇന്ത്യ കോൾ ഇമ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഇന്ത്യ സെൽഫ് സഫിഷ്യന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല. ഇന്ത്യ ഇസ് സ്റ്റിൽ ഇമ്പോർട്ടിംഗ് കോൾ ടു മീറ്റ് ദ ഡിമാൻഡ്. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. കോൾ സെക്ടർ വാസ് നാഷണലൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ഇന്ദിരാഗാന്ധി. സംശയം ഉണ്ടായിരിക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. ഗാങ്സ് ഓഫ് വസേപൂർ മൂവി കണ്ടവർക്ക് അറിയാം, ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് കോൾ സെക്ടർ നാഷണലൈസ് ചെയ്തത്. ഞാൻ തമാശ പറഞ്ഞതല്ല, ഒരറിവും ചെറുതല്ല. അത്തരത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ അറിവ് കിട്ടാമോ അതൊക്കെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ചിലപ്പോൾ ഒരു സിനിമയോ ഒരു പുസ്തകമോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത്. ഇവിടെ ഉത്തരം എ ആണ്, സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി. ഈ ചോദ്യം നോക്കാം. among the following which one is the largest exporter of rice in the world in the last 5 years? ഉത്തരം ഇന്ത്യ ആണ്. ഇതിലൊരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ആരാന്നറിയോ? അത് ചൈനയാണ്. ലോകത്ത് ഏറ്റവും അധികം റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ചൈനയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അരി എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി ഇന്ത്യയുമാണ്. അതെങ്ങനെ അങ്ങനെ വരാൻ കാരണം ചൈനയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കൂടി അവര് റൈസിന്റെ വേൾഡ്സ് ലാർജസ്റ്റ് കൺസ്യൂമർ കൂടിയാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറിയ പങ്കും അവർ തന്നെ കൺസ്യൂം ചെയ്ത് തീർക്കുമ്പോൾ അവർക്ക് ഇന്ത്യയുടെ അത്ര അരി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇന്ത്യ വേൾഡ്സ് ലാർജസ്റ്റ് റൈസ് എക്സ്പോർട്ടറായി മാറിയത് കേട്ടോ. ഇതും ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. ഇൻ ഇന്ത്യ ദ യൂസ് ഓഫ് കാർബോഫ്യൂറിൻ, മീഥൈൽ പാരഥിയോൺ, ഫോറേജ് ആൻഡ് ട്രയസോഫോസ് is viewed with apprehension. These chemicals are pesticides. നമുക്ക് കുറച്ചും കൂടി നമുക്ക് കേരളത്തിലുള്ളവർക്ക് എളുപ്പം ഉത്തരം പറയാൻ കഴിയും ഈ ഒരു ചോദ്യത്തിന്. നമ്മൾ ഈ ഒരു എന്താ പറയാ പെസ്റ്റിസൈഡുകളുമായിട്ട് നിരന്തരം ന്യൂസുകളിൽ കാണുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഒക്കെ ആയ ചില പെസ്റ്റിസൈഡുകളാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഉത്തരം എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2019 പേപ്പറിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഉത്തരം ഞാൻ പറഞ്ഞേക്കാം, ഓപ്ഷൻ സി ആണ്. ഈ ഉത്തരത്തിൽ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആനുവലി ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. ആ റിപ്പോർട്ടിൽ നിന്നാണ് ഈ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. ഈ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പോലുള്ള ഓരോ എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പുറത്തിറക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണം എന്ന് പറയുന്നത് UPSCയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത് ഫോറസ്റ്റ് സർവേയുടെ റിപ്പോർട്ടിൽ നിന്നാണ് ഈ ഉത്തരം വന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചിന്തിച്ചാൽ ഉത്തരത്തിലെത്താം നമുക്ക് ഒരു പക്ഷെ പറ്റിയേക്കും, പക്ഷെ ഈ റിപ്പോർട്ട് ബേസ്ഡ് ആണ് ഈ ചോദ്യം. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും വിട്ടുകളയാതിരിക്കാം. അപ്പൊ ഇത്രയുമാണ് പ്രിലിംസിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം തൊട്ട് നമുക്ക് NCERTകളുമായി മല്ലിടാം. സോ സീ യു ലേറ്റർ. ലെറ്റ്സ് ലീവ് ദ റിയൽ വേൾഡ്.